കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പിലാത്തറ നമ്മുടെ കണ്ണൂർ ബൈപ്പാസ് ജംഗ്ഷനാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വലിയൊരു അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. താഴെയായിട്ട് നിലവിലിപ്പോൾ വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും താഴെയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് കഴിയാൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞുള്ള വർക്ക് ഇവിടെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നിലവിൽ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അധികം പ്രേക്ഷകരും നമ്മുടെ വീഡിയോസ് മൊബൈലിലാണ്ട് കാണുന്നത് അറിയാം. അപ്പോൾ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനിൽ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ കഴിയും. നമ്മൾ പയ്യന്നൂർ ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിലാത്തറ മുതൽ നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് എൻഡാവുന്ന ഭാഗം വരെയുള്ള അപ്ഡേറ്റ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ മുതൽ ഇരുഭാഗത്തായിട്ടും റോഡിൻ്റെ 6 വരിപ്പാത മുഴുവനായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. കൂടാതെ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് നേരത്തെ റെഡിയായതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈറ്റിങ്ങിൻ്റെ വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടക്കാൻ ബാക്കിയുള്ളത്. നമ്മുടെ കേരളത്തിലെ മൂന്നാമത്തെ റീച്ചാണ്. ആദ്യത്തെ തലപ്പാടി ചെങ്കള നീലീശ്വരം മുതൽ കുറ്റിക്കോൽ പാലം വരെയുള്ള റീച്ചാണ്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും റീച്ച് ഏറ്റെടുത്ത് നടത്തുന്നത് മേഘ കമ്പനിയാണ്. എന്തായാലും മേഘ കമ്പനിയുടെ വർക്ക് ഈ ഭാഗത്തൊക്കെ ഏകദേശം നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നവരെ അപ്രോച്ച് റോഡ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പയ്യന്നൂർ നമ്മുടെ കോളേജിൻ്റെ മുൻവശത്തായിട്ടുള്ളൊരു അണ്ടർ പാസേജ് ഉണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ മുഴുവനായിട്ടും ആ ഭാഗത്ത് തുറന്ന് കൊടുക്കുന്നതായിരിക്കും. പിന്നെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് ബാക്കിയുണ്ട്. നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്ന ഭാഗത്ത് നമ്മളങ്ങനെ ഏഴിലോട് ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏഴിലോട് ടൗണിൻ്റെ താഴെയായിട്ടുള്ള അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ്. വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തതാണ് കേട്ടോ. നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ചിൽ ഏകദേശം 90% വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ റീച്ചും മൂന്നാമത്തെ റീച്ചും നിലവിലിപ്പോൾ മേഘ കമ്പനിയുടെ ഭാഗത്ത് നല്ല വർക്ക് പുരോഗതി കാണാൻ കഴിയുന്നുണ്ട്. ബൈപ്പാസുകളുടെ നിർമ്മാണം മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ്, കണ്ണൂർ ബൈപ്പാസ്, കൂടാതെ തളിപ്പറമ്പ് ബൈപ്പാസ്, പിന്നെ നമ്മുടെ ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗത്ത്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ബൈപ്പാസ് ഏറ്റെടുത്തിരിക്കുന്നത് വേറെ കമ്പനിയാണ്. അപ്പോൾ ഏഴിലോട് ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. കുഞ്ഞിമംഗലം പോകുന്ന റോഡാണ് നമ്മൾ കണ്ടത്. ഇവിടെയൊക്കെ 6 വരിപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ഏകദേശം 7 മാസത്തോളമായി വീഡിയോ എടുക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്ക് നടക്കുന്നതായിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ലൈറ്റിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ഈ ഭാഗത്ത് ബാക്കിയുള്ളത്. കൂടാതെ നടപ്പാതയുടെ നിർമ്മാണം ബാക്കിയുണ്ട്. എന്തായാലും മേഘ കമ്പനിയുടെ ഈ ഭാഗത്തൊക്കെ നല്ല വർക്ക് പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പിലാത്തറ ടൗൺ ഭാഗത്ത്. അവിടെ അപ്രോച്ച് റോഡിൻ്റെ മുകളിലുള്ള റോഡ് വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ കണ്ണൂർ ബൈപ്പാസിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് ഭാഗത്തിന് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്തും കുറച്ച് ഭാഗത്തായിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ മുഴുവനായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ബൈപ്പാസിൻ്റെ നിർമ്മാണമൊക്കെ ഇപ്പോൾ മഴക്കാലം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവർ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 1 വർഷത്തോളം എടുക്കും ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണമൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ പയ്യന്നൂർ കോളേജിൻ്റെ ഭാഗത്ത് എടാട്ട് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മുതൽ നമ്മുടെ പയ്യന്നൂർ ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ പയ്യന്നൂർ കോളേജിന് മുൻവശത്തായിട്ട് കുറച്ച് മുമ്പിലായിട്ട് വരുന്ന അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ടുള്ള വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അവിടെ ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെയും വർക്കുകൾ നടക്കുകയാണ്. കൂടാതെ ഇവിടെ മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക്. എന്തായാലും അത് കഴിഞ്ഞ ഇവിടെ ഭാഗത്തായിട്ട് ഇത് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. പയ്യന്നൂർ കോളേജിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് ആറുവരിപ്പാതയിലോട്ട് കണ്ണൂർ ഭാഗത്തോട്ട് വാഹനങ്ങൾ പ്രവേശിക്കുകയാണ്. ഇടാട്ട് അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ സൂപ്പർ എലിവേഷൻ ടൈപ്പിലാണ് റോഡുകൾ വരുന്നത് നമ്മുടെ കേരളത്തിലുടനീളമായിട്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് റോഡിൽ നിരത്തി വെച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ പയ്യന്നൂർ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്ന ആ ഭാഗത്തോട്ട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തി ലെവലാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഈ ഭാഗത്ത് വർക്ക് കഴിഞ്ഞതാണ് കേട്ടോ. കാര്യമായ വർക്ക് പുരോഗതി പിന്നീട് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പയ്യന്നൂർ ബൈപ്പാസിൻ്റെ ഭാഗത്ത് വർക്കുകൾ നല്ല പുരോഗതിയിൽ ഇപ്പോൾ മണ്ണടിച്ച് ഉയർത്തിയിട്ടൊക്കെ ആ ഭാഗത്ത് ഒരുപാട് കൾവേർട്ടൊക്കെ നിർമ്മിച്ചിട്ടാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. കാരണം ചതുപ്പുള്ള പ്രദേശത്ത് കൂടിയാണ് ബൈപ്പാസ് പോകുന്നത്. പൂർണ്ണമായിട്ടും നമ്മുടെ പയ്യന്നൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടാണ് പയ്യന്നൂർ ബൈപ്പാസ് വരുന്നത് കേട്ടോ. ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് പിന്നെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യേണ്ട വർക്ക് നടന്നിട്ടുണ്ട്. കുറച്ച് ഭാഗത്തായിട്ട് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. ഈ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് നിലവിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്താണ് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ പയ്യന്നൂർ ടൗണിലോട്ട് പോകുന്ന നിലവിലുള്ള ദേശീയപാത ആറുവരിപ്പാതയുടെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഈ പയ്യന്നൂർ പുഴയും ഈ പച്ചപ്പും കാണാൻ എന്താ ഭംഗിയല്ലേ. നമ്മളങ്ങനെ പെരുമ്പ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. പയ്യന്നൂർ ടൗണ് ഈ പെരുമ്പ ഭാഗത്തു നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് പയ്യന്നൂർ ടൗണ് വരുന്നത്. എന്തായാലും നല്ല വെള്ളം നമുക്ക് ഈ പുഴയിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നല്ല വേനലാണ് നിലവിലിപ്പോൾ, നല്ല ചൂട് കാലമാണ്. അങ്ങ് ദൂരെയായിട്ട് നമ്മൾ കാണുന്നത് പയ്യന്നൂർ ടൗണാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പയ്യന്നൂർ ടൗണിൽ നിന്ന് ഇവിടെ ബൈപ്പാസ് റോഡ് സ്റ്റാർട്ടാകുന്ന ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണ് നിലവിൽ നടക്കാൻ ബാക്കിയുള്ളത്. ഇവിടെ RE പാനലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം 1-2 RE പാനൽ വെച്ചിട്ടുണ്ട്. ഇനി മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണ് നടക്കുന്നത്.
നമ്മൾ ഈ കാണുന്ന എടാട്ട് മുതൽ കണ്ടോത്ത് ഭാഗം വരെ ഏകദേശം 3 കിലോമീറ്ററിനടുത്ത് ദൂരമാണ് ഈ പയ്യന്നൂർ ബൈപ്പാസ് വരുന്നത്. ഇപ്പോൾ ചതുപ്പുള്ള പ്രദേശമാണ്. രണ്ട് ഭാഗത്തായിട്ടും വലിയ ആറി വാളുകൾ കെട്ടിയിട്ടാണ് മണ്ണിടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കേണ്ടത്. ഇവിടെ താഴെയായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇനി കമ്പികൾ കെട്ടി അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് രണ്ട് വശത്തായിട്ടും കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ട് വേണം പാത നിർമ്മിക്കാൻ വേണ്ടി. ഇവിടെയും ഒരു കൾവേർട്ട് വന്നു കേട്ടോ. അടുത്ത ഭാഗത്തായിട്ട് പുഴയ്ക്ക് അരികെയുള്ള പ്രദേശമാണ്. അപ്പോൾ ചതുപ്പുള്ള പ്രദേശമാണ്. മണ്ണടിച്ച് ഉയർത്തി കോൺക്രീറ്റൊക്കെ നിരത്തിയിട്ടാണ്, കോൺക്രീറ്റ് വാളുകളൊക്കെ നിർമ്മിച്ചിട്ടാണ് പാത വരുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോൾ നല്ല മഴയായിരുന്നു. നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മഴ വന്നാൽ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് പരമാവധി കഴിയുന്നത്ര വർക്കുകൾ തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ മേഘ കമ്പനി. ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് വെള്ളം കെട്ടിക്കിടന്ന് കാഴ്ച ഉണ്ട് ഞങ്ങൾ. അവിടെ കോൺക്രീറ്റ് ചെയ്ത് ഈ ആറി പാനലുകൾ വെച്ച് ഉയർത്തിയിട്ട് വേണം മണ്ണടിച്ചിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോറികളൊക്കെ ആ ഭാഗത്ത് മണ്ണെടുത്ത് ആ ഭാഗങ്ങളിലോട്ട് പോകുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും, ടിപ്പർ ലോറികൾ. അപ്പോൾ ഇവിടെ മുതൽ ഈ പാലം പയ്യന്നൂർ പുഴയ്ക്ക് കുറേയുള്ള പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. നമ്മളെ തണൽ എക്കോ ടൂറിസം പദ്ധതി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് വികസന പ്രവർത്തനമാണ് നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരാൻ പോകുന്നത്. പയ്യന്നൂർ പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലത്തിൻ്റെ ആറുവരി പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്തൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. നേരത്തെയുള്ള റോഡാണ്, നമ്മുടെ തണൽ ഇക്കോ ഭാഗത്തോട്ട് പോകുന്ന റോഡാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനി മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ ഒരു കൾവേർട്ട് വരുന്നുണ്ട്. ഒരുപാട് കൾവേർട്ടുകൾ നിർമ്മിച്ചിട്ടാണ്. ഇവിടെ ചതുപ്പുള്ള പ്രദേശമാണ്. അപ്പോൾ വെള്ളം ഇരുവശത്തോട്ടും ഒഴുകിപ്പോകാനുള്ള സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ട് വേണം ആറുവരിപ്പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. നിലവിലിപ്പോൾ ഈ ഭാഗത്തായിട്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ട് ഏകദേശം ലെവലായിക്കൊണ്ട് വരുന്ന വർക്ക് കഴിയുകയാണ്. രണ്ട് ഭാഗത്തായിട്ടും ആറി വാളുകൾ, കൂറ്റൻ വാളുകൾ നിർമ്മിച്ചിട്ട് വേണം മണ്ണടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ ആറി പാനലൊക്കെ വെച്ചിട്ടാണ് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കുകൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ചതുപ്പുള്ള പ്രദേശത്തും വയൽ പ്രദേശത്തൊക്കെ വാളുകൾ നിർമ്മിച്ചിട്ടാണ് മണ്ണടിച്ചിട്ട് ഉയർത്തുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഈ ചെറിയൊരു തോട് കണ്ട ഞങ്ങൾ. അപ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമാണ്. ഇരുഭാഗത്തോട്ടും വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ. ഈ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. മുഴുവനായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ അണ്ടർ പാസേജിൻ്റെ ഇരുവശത്തമായിട്ടാണ്, വശങ്ങളിലായിട്ടാണ് നിലവിലിപ്പോൾ ഗതാഗതം കടന്നു പോകുന്നത്. അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഈ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവിടെ മണ്ണടിച്ച് ഉയർത്തുക. കാരണം ആ ഭാഗത്തോട്ട് രണ്ട് ഭാഗത്തോട്ടും ഇനി ഗതാഗതത്തിനായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ടതുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് വലിയ ആറി പാനലുകളുടെ വർക്കുകൾ, ആറി വാളിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ ഏകദേശം മണ്ണടിച്ച് ഉയർത്തി ലെവലാക്കുന്ന വർക്ക് ഇവിടെ നടക്കുകയാണ്. മണ്ണടിച്ച് ലെവലാക്കിയിട്ടുണ്ട് ഏകദേശം ആ ഉയരത്തിനനുസരിച്ച്. എന്തായാലും മഴ തുടങ്ങിയാൽ ഈ ഭാഗത്ത് വർക്ക് എന്തായാലും നടക്കാൻ സാധ്യതയില്ല. നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസിലൊക്കെ ആ കുന്നുകൾ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് വർക്കുകൾ മഴക്കാലത്ത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിലവിൽ ഈ ഭാഗത്ത് നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മണ്ണുകളൊക്കെ തട്ടിയിട്ട് ഏകദേശം ലെവലാക്കി
റോഡ് നിർമ്മിക്കുകയാണ്. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അണ്ടർ പാസേജിന് മുന്നോടിയായിട്ട് ഈ ഭാഗത്ത് ഒരു വശത്തായിട്ട് മണ്ണടച്ച് ഏകദേശം ലെവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറം ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് താഴെയായിട്ട് വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കുറച്ച് ഭാഗത്തായിട്ട് ഇവിടെ ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഏകദേശം മണ്ണടിച്ച് സെറ്റാക്കിയിട്ടുള്ള നേരത്തെ വർക്ക് കഴിഞ്ഞ ഇടം കൂടിയാണ് കേട്ടോ. ഇവിടെ ഒരു കൾവേർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിർമ്മാണം കഴിഞ്ഞതാണ്. അപ്പോൾ ഏകദേശം ആ ഭാഗത്ത് മണ്ണടിച്ച് സെറ്റാക്കേണ്ട വർക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് റോഡിൽ നിരത്തി വെച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞുള്ള ഭാഗത്തൊരു കൾവേർട്ടിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൾവേർട്ടുകളാണ് ഈ പയ്യന്നൂർ ബൈപ്പാസിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം ബൈപ്പാസ് ഭാഗത്ത് അധികം ബൈപ്പാസ് പോകുന്നത് വയലുകളും ചതുപ്പുള്ള പ്രദേശത്തോട് കൂടിയാണ്. എന്തായാലും ഇവിടെ വലതു ഭാഗത്തായിട്ട് വാളുകൾ നിർമ്മിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മണ്ണടിച്ച് ഏകദേശം ആ ലെവലിലേക്ക് സെറ്റാക്കേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ മെറ്റലൊക്കെ കൂട്ടിയിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു റോഡ് ഇരുവശത്തോട്ടും ക്രോസായി പോകുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പാസേജ് കൊടുക്കുമെന്ന് നമുക്ക് ഈ ഭാഗത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ വയൽ കൂടിയാണ് ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും പാത കടന്നു പോകുന്നുണ്ടത്. എന്തായാലും മഴക്കാലമായതിനു ശേഷമായിരിക്കും നമുക്ക് ഇവിടുത്തെ വർക്ക് പുരോഗതിയൊക്കെ കാണാൻ കഴിയുക. മഴക്കാലമാകുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശം കൂടിയാണ്. ഇവിടെ ഒരു കൾവേർട്ടിൻ്റെ നിർമ്മാണം നടക്കുകയാണ് കേട്ടോ. ഇപ്പോഴും നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ദൃശ്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്തായാലും ഈ കൾവേർട്ടിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഇവിടെ കോൺക്രീറ്റ് ചെയ്യുകയാണ് കേട്ടോ. കോൺക്രീറ്റുകൾ ചെയ്ത് വാളുകൾ നിർമ്മിച്ചിട്ട് ഏകദേശം മണ്ണടിച്ച് ലെവലാക്കി ഒരുപാട് കൾവേർട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടാണ് ഇവിടെ 6 വരി പാത വരുന്നത്. കോത്തായി മുക്കിൽ നിന്നും വരുന്ന റോഡാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ പയ്യന്നൂർ നമ്മൾ ചെറുപുഴ ഭാഗത്തോട്ട് പോകുന്ന റോഡാണിത്. ഇവിടെ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്. 2 ഭാഗത്തായിട്ടും ഇനി മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കും നിലവിൽ നടക്കുകയാണ്. ഇപ്പോൾ വാള് കെട്ടിയിട്ട് മണ്ണടിച്ച് ഏകദേശം ലെവലായിക്കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ വെറ്റ് മിക്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് വരുന്നത് കേട്ടോ. ഇടത് ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് പയ്യന്നൂർ ടൗണിലോട്ട് പോകുന്ന നിലവിലുള്ള റോഡാണ്, നാഷണൽ ഹൈവേ റോഡാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഇവിടെ മുതൽ നമ്മുടെ കാലിക്കടവ് വരെ ഏകദേശം ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലിക്കടവ് എത്തുന്നതിനായിട്ട് തൊട്ട് നമ്മുടെ വെള്ളൂർ ഭാഗത്തോട്ട് ഇപ്പോൾ നിലവിൽ ഫൈനൽ ടാറിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. എന്തായാലും നിരപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മുടെ മേഘ കമ്പനിയുടെ വർക്കൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഈ ബൈപ്പാസ് കുന്നുപോലത്തെയുള്ള പ്രദേശം മാത്രമാണ് വർക്കുകൾ അധികവും പെൻഡിങ് ആയിട്ടുള്ളത്. പയ്യന്നൂർ ബൈപ്പാസിലെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.